PHSC രണ്ടാം വർഷ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒരിക്കൽ കൂടി നോക്കാം. ആദ്യമായി നമ്മൾ നോക്കിയത് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നാണ്. ഒരു ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു. അടുത്തതായി നമ്മൾ നോക്കിയത് ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഒരു ബിസിനസിന് വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ബിസിനസിന്റെ ഗുഡ്വിൽ വർദ്ധിക്കുന്നതും സോൾവൻസി ഉറപ്പാകുന്നതും എന്ത് ക്രൈസിസും ഫേസ് ചെയ്യാൻ ബിസിനസിനെ സഹായിക്കുന്നതും വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തതായി നമ്മൾ നോക്കിയത് കമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് ഘടകങ്ങളാണ് ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും. എന്താണ് കറണ്ട് അസറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? ദ അസറ്റ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തിൻ എ പീരീഡ് ഓഫ് 1 year. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പഠിച്ചു. അടുത്തതായി നമ്മൾ നോക്കിയത് കറണ്ട് ലയബിലിറ്റീസ് എന്താണെന്ന് ആണ്. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഓൺ ദ ബേസിസ് ഓഫ് കൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായി തരംതിരിക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണെന്നും നമ്മൾ പഠിച്ചു. ഇതിന്റെ രണ്ട് പ്രോബ്ലങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നോക്കിയിരുന്നു. ഈ ആഴ്ച ടൈമിന്റെ ബേസിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായി തരംതിരിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. കൂടാതെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രോബ്ലവും കൂടെ നമുക്ക് ചെയ്യാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു പ്രോബ്ലവും കൂടെ നമുക്ക് നോക്കാം. നമുക്കൊരു ബാലൻസ് ഷീറ്റ് ആണ് തന്നിരിക്കുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് തന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം കറണ്ട് അസറ്റും കണ്ടുപിടിക്കണം, കറണ്ട് ലയബിലിറ്റീസും കണ്ടുപിടിക്കണം. നിങ്ങൾ ഈ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലേക്ക് നോക്കിയേ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഇത് രണ്ടും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാര്യം ഇത് രണ്ടും ഫിക്സഡ് അസറ്റ് ആണ്. തൊട്ടടുത്തായി സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ്. ഇത് നാലും എന്ത് അസറ്റാ? കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ അസറ്റ് തന്നാൽ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം. ഇവിടെ 4 എണ്ണമാണ് കറണ്ട് അസറ്റ്: സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ്. അടുത്തതായി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലേക്ക് നോക്കിയേ. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്. ഇത് മൂന്നും എന്ത് ലയബിലിറ്റിയാ? ലോങ് ടേം ലയബിലിറ്റിയാണ്. നമുക്ക് എന്താ വേണ്ടത്? കറണ്ട് ലയബിലിറ്റി. തൊട്ട് താഴേക്ക് നോക്കിയേ. ക്രെഡിറ്റേഴ്സും ഉണ്ട്, ബിൽസ് പേയബിളും ഉണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് ലയബിലിറ്റീസും കണ്ടുപിടിക്കുന്നു, കറണ്ട് അസറ്റും കണ്ടുപിടിക്കുന്നു. ഇനി അടുത്തതായി ചെയ്യേണ്ടത് എന്താ? കറണ്ട് അസറ്റ് എത്ര രൂപയുടെ ഉണ്ടെന്ന് നോക്കുക, കറണ്ട് ലയബിലിറ്റീസ് എത്ര രൂപയുടെ ഉണ്ടെന്ന് നോക്കുക. കറണ്ട് അസറ്റ് എത്ര രൂപയുടെ ഉണ്ട് നോക്കിയേ. സ്റ്റോക്ക് 50,000, ഡെറ്റേഴ്സ് 50,000, ബിൽസ് റിസീവബിൾ 75,000, ക്യാഷ് 75,000. അങ്ങനെ 2,50,000 കറണ്ട് അസറ്റ് ഉണ്ട്.
ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയായിരുന്നു? ക്രെഡിറ്റേഴ്സും ഉണ്ടായിരുന്നു, ബിൽസ് പേയബിളും ഉണ്ടായിരുന്നു. ക്രെഡിറ്റേഴ്സ് 1 ലക്ഷമാണ്, ബിൽസ് പേയബിൾ 50,000. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് നമ്മുടെ കറണ്ട് ലയബിലിറ്റീസ്? 1,50,000. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന്റെ ടോട്ടൽ എത്രയായിരുന്നു? 2,50,000. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ 2,50,000. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റ് അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് അസറ്റ് എത്രയായിരുന്നു? 2,50,000. കറണ്ട് ലയബിലിറ്റീസോ 1,50,000. അപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ 2,50,000 നിന്ന് 1,50,000 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന 1 ലക്ഷമായിരിക്കും നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. On the basis of time, working capital is divided into two: permanent working capital and temporary working capital. സമയത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായി തരംതിരിക്കാം: പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ആദ്യമായി എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. സ്ഥിര പ്രവർത്തന മൂലധനം എന്താണെന്ന്. It is that part of working capital which is permanently blocked in current asset. കറണ്ട് അസറ്റിൽ നിശ്ചലമായിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സുകാരൻ മിനിമം ഇൻവെസ്റ്റ്മെന്റ് കറണ്ട് അസറ്റിൽ നടത്തേണ്ടതായി വരും. ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് റോ മെറ്റീരിയലിലും സെമി ഫിനിഷ്ഡ് ഗുഡ്സിലും ഫിനിഷ്ഡ് ഗുഡ്സിലും നടത്തേണ്ടതായി വരും. പ്രൊഡക്ഷനും സെയിലും യാതൊരു തടസ്സവുമില്ലാതെ നടത്തുന്നതിനായി ഒരു ബിസിനസ്സുകാരൻ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മിനിമം വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും അറിയപ്പെടുന്നു. കാരണം ഈ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് മാറ്റമില്ലാതെ തുടരും. അതുകൊണ്ടാണ് ഫിക്സ്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനെ കോർ കറണ്ട് അസറ്റ് എന്നും പറയും. അതായത് കറണ്ട് അസറ്റിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാമോ? കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ അങ്ങനെ പറയുന്നത്. Permanent working capital can be divided into 3. Initial working capital, അതായത് പ്രാരംഭ പ്രവർത്തന മൂലധനം. രണ്ടാമതായി റെഗുലർ ഓർ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ, പതിവായ അഥവാ കാതലായ പ്രവർത്തന മൂലധനം. മൂന്നാമതായി കുഷ്യൻ ഓർ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. ആദ്യമായി എന്താണ് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് ഒട്ടേറെ ചെലവുകൾ ഉണ്ടാവും. ഇൻകോർപ്പറേഷൻ എക്സ്പെൻസുകൾ ഉണ്ടാവും, പ്രൊമോട്ടേഴ്സിനാവുന്ന ചെലവുകൾ ഉണ്ടാവും, പ്രോസ്പെക്ടേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന ചെലവുകൾ ഉണ്ടാവും. ഇങ്ങനെ ഈ ചെലവുകളെല്ലാം മീറ്റ് ചെയ്യുന്നതിന് നമ്മുടെ കൈവശമുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമതായി എന്താണ് റെഗുലർ ഓർ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ഒരു ബിസിനസ് മിനിമം ലെവലിൽ നടത്തുന്നതിനായി കറണ്ട് അസറ്റിൽ എപ്പോഴും ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടതായി വരും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റെഗുലർ ഓർ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. മൂന്നാമതായി കുഷ്യൻ ഓർ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്തെങ്കിലും പ്രശ്നങ്ങൾ എങ്ങാണോ ഉണ്ടായിക്കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണം. എന്തിനാ? നമുക്കൊരു കുഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ. ഒരു ബിസിനസ് ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. പവർ കട്ട് വരാം, റോ മെറ്റീരിയലിന്റെ ഷോർട്ടേജ് വരാം, ചിലപ്പോൾ എന്തെങ്കിലും മെഷീനറീസ് തകരാറിലാവാം. ഇപ്പൊ ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ തന്നെ ഒരുപാട് ഇൻഡസ്ട്രീസിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ എന്ത് എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഫേസ് ചെയ്യുന്നതിനായി നമ്മൾ എപ്പോഴും ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കരുതിയിരിക്കണം.
അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കുഷ്യൻ ഓർ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തതായി പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥിര പ്രവർത്തന മൂലധനത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായി, ഇത് പെർമനന്റ് ആയിട്ട് ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ചിലപ്പോൾ റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും, ചിലപ്പോൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടായിരിക്കും. എന്തായാലും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിമൈൻസ് ഇൻ ബിസിനസ് പെർമനന്റ്ലി ഇൻ വൺ ഫോം ഓർ അതർ. രണ്ടാമതായിട്ട്, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. സാധാരണ രീതിയിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ദീർഘനാളത്തേക്ക് സ്ഥിരമായി തുടരും. എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ മാറ്റമില്ലാതെ തുടരും എന്നല്ല. ഇപ്പൊ റോ മെറ്റീരിയലിന്റെ വിലയിൽ വ്യത്യാസം വരുന്നു എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അപ്പോഴൊക്കെ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വ്യത്യാസം വരും. എന്നാലും കുറെ കാലത്തേക്ക് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. അടുത്തതായി, എപ്പോഴും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നതിന് നമ്മൾ ലോങ് ടേം സോഴ്സസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കാരണം പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോങ് ടേം സോഴ്സസ് ആയ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പബ്ലിക് ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് അഥവാ സെൽഫ് ഫിനാൻസിങ് ആയിരിക്കും നമ്മൾ ലോങ് ടേം സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി, നമുക്ക് ഒരു റിട്ടേണും ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ആ വർക്കിംഗ് ക്യാപിറ്റൽ ബിസിനസ്സിൽ തന്നെ കാണും. അതുകൊണ്ട് ഒരു റിട്ടേണും നമുക്ക് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോഴ്സസ് ഓഫ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. സ്ഥിര പ്രവർത്തന മൂലധനത്തിന്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാൽ കറണ്ട് അസറ്റിൽ സ്ഥിരമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആണെന്ന്. അതുകൊണ്ട് ഇത് ഫിനാൻസ് ചെയ്യുന്നതിനായി നമ്മൾ ലോങ് ടേം സോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. ലോങ് ടേം സോഴ്സ് ഉപയോഗിച്ചാലുള്ള പ്രത്യേകത എന്താ? പെട്ടെന്നൊന്നും ഈ എടുക്കുന്ന പൈസ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതായി വരില്ല. സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ലോങ് ടേം സോഴ്സുകൾ ഏതൊക്കെയാണ്? ഷെയർ ക്യാപിറ്റൽ, അതായത് ഓഹരി മൂലധനം, ഡിബഞ്ചേഴ്സ് കടപ്പത്രങ്ങൾ, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുക്കുന്ന ലോണുകൾ, പബ്ലിക് ഡെപ്പോസിറ്റ് പൊതു നിക്ഷേപങ്ങൾ, സെൽഫ് ഫിനാൻസിങ് അഥവാ റീറ്റെയിൻഡ് ഏർണിംഗ് സ്വയ സാമ്പത്തിക സഹായം എന്നിവയാണ്. ഷെയർ ക്യാപിറ്റൽ ഓഹരി മൂലധനം. ഷെയർസ് എന്ന് പറയുന്നത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഷെയർസ് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്. ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. സാധാരണ ഓഹരികളും മുൻഗണന ഓഹരികളും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അതായത് കമ്പനി അവസാനിപ്പിക്കുമ്പോൾ മാത്രം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്താൽ മതി. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഏത് ടൈപ്പ് ആണ് എന്ന് നമ്മൾ നോക്കണം. റെഡീമബിൾ ആണോ ഇറെഡീമബിൾ ആണോ എന്ന് നോക്കണം. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ, തിരിച്ചു കൊടുക്കേണ്ട പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ 15-20 കൊല്ലം കഴിഞ്ഞ് അതിന്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്താൽ മതിയാകും. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ, തിരിച്ചു കൊടുക്കേണ്ടാത്ത പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ, ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ട എന്നല്ല അർത്ഥം, കമ്പനി വൈൻഡപ്പ് ചെയ്യുമ്പോൾ മാത്രം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ രണ്ട് ഷെയർസും, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ലോങ് ടേം സോഴ്സ് ആണ്. അടുത്തതായി ഡിബഞ്ചേഴ്സ് അഥവാ കടപ്പത്രങ്ങൾ. ഡിബഞ്ചർ is an acknowledgement of debt
ഇഷ്യൂഡ് അണ്ടർ ദ കോമൺ സീൽ ഓഫ് കമ്പനി. ഒരു കമ്പനിക്ക് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിബഞ്ചേഴ്സിന് പലിശ കൊടുത്താൽ മതി. എന്നാൽ ഷെയർസ് ആണെങ്കിലോ ഷെയർസിന് ഡിവിഡൻഡ് കൊടുക്കണം, ലാഭ വിഹിതം കൊടുക്കണം. ഡിബഞ്ചേഴ്സിന് നമ്മൾ എപ്പോ അതിന്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്താൽ മതി? 15-20 കൊല്ലം കഴിഞ്ഞ് ഡിബഞ്ചർ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡിബഞ്ചേഴ്സും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. അടുത്തതായി ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ. സാധാരണയായി ബിസിനസ് സ്ഥാപനങ്ങൾ ദീർഘകാല വായ്പകൾ എടുക്കാറുണ്ട് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്. LIC, IDBI, IFCI തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് ദീർഘകാല ലോണുകൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. 15-20 കൊല്ലം കൊണ്ട് എടുക്കുന്ന പൈസ നമ്മൾ തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. അടുത്തതായി പബ്ലിക് ഡെപ്പോസിറ്റ്, പൊതു നിക്ഷേപം. ആ പേരിൽ തന്നെയുണ്ട്. ഇറ്റ് ഈസ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ് ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ദീർഘകാലത്തേക്ക് കടം വാങ്ങുന്നു. ഇതൊരു ഫേം ആവും, ചിലപ്പോൾ സ്വകാര്യ വ്യക്തികളാവും. അവർ ചാർജ് ചെയ്യുന്ന പലിശ നിരക്ക് ഉയർന്നതായിരിക്കും. 1 വർഷം മുതൽ 5 വർഷം വരെ കാലാവധിക്കായിരിക്കും ഇങ്ങനെ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നത്. പബ്ലിക് ഡെപ്പോസിറ്റും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ്. അടുത്തതായി സെൽഫ് ഫിനാൻസിങ്, സ്വയം സാമ്പത്തിക സഹായം. ഇതിന് പല പല പേരുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയും, പ്ലോയിങ് ബാക്കപ്പ് പ്രോഫിറ്റ് എന്ന് പറയും. എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ് അഥവാ സെൽഫ് ഫിനാൻസിങ്? ബിസിനസ് ലാഭത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കും. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുന്നത്? റീഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി. അതായത് ബിസിനസ്സിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലോ, ബിസിനസ്സിൽ പുതിയൊരു ബിൽഡിംഗ് കെട്ടണമെങ്കിലോ, അതുമല്ല ബിസിനസ് ആധുനികവൽക്കരണം മോഡേണൈസേഷൻ നടത്തണമെങ്കിലോ ക്യാപിറ്റൽ വേണ്ടി വരും. ഇതിനു വേണ്ടി ലാഭത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുന്നതിനാണ് സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇതും പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു സോഴ്സ് ആണ്. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ, താൽക്കാലിക പ്രവർത്തന മൂലധനം. It is that part of working capital which is required by a business over and above permanent working capital. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാതെ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഏതൊരു ബിസിനസ്സും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ കരുതേണ്ടതായി വരും. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ബിസിനസ് സിറ്റുവേഷൻ. ബിസിനസിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ വർക്കിംഗ് ക്യാപിറ്റൽ വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഇതിനെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. ബിസിനസിന്റെ സിറ്റുവേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീസൺ അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം വരാം. അതുപോലെ തന്നെ സ്പെഷ്യൽ നീഡ്സ് അനുസരിച്ചും വർക്കിംഗ് ക്യാപിറ്റലിൽ വ്യത്യാസം വരാം. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായി തരംതിരിക്കാം. സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. ആദ്യമായി എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. ആ പേരിൽ തന്നെയുണ്ട് സീസണിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. ചില ബിസിനസ്സിന് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ അധികമായി വേണ്ടിവരും. ഉദാഹരണമായി ഒരു അച്ചാർ കമ്പനിയാണെന്ന് വിചാരിക്കുക. സീസൺ ആവുമ്പോൾ നാരങ്ങയും മാങ്ങയും നെല്ലിക്കയും ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഒരു സൺഫ്ലവർ ഓയിൽ മില്ലാണെന്ന് വിചാരിക്കുക. സീസൺ ആവുമ്പോൾ സൺഫ്ലവറിന്റെ സീസണിൽ അവർക്ക് അതിന്റെ വിത്തുകൾ ശേഖരിക്കേണ്ടി വരും. അപ്പോൾ ആ സീസണിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമതായി
സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. പ്രത്യേക പ്രവർത്തന മൂലധനം എന്താണെന്ന്. ഒരു ബിസിനസ്സിന് പല കണ്ടിജൻസീസും വരും ബിസിനസ്സിൽ. അതായത് ചിലപ്പോൾ നമുക്ക് മോഹൻലാലിനെ ഇറക്കി നമുക്കൊരു പരസ്യം എടുക്കണമെന്ന് വിചാരിക്കുക, അതിന് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ കമ്പനിയിലെ പ്രോഡക്റ്റിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എല്ലാ ബിസിനസ്സുകാരും നടത്തിക്കൊണ്ടേയിരിക്കും. മൊബൈലിന്റെ തന്നെ കേസ് നോക്കിയാൽ ഇപ്പോൾ ഒരു മോഡൽ ഇറങ്ങും, അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോൾ അടുത്ത മോഡൽ ഇറങ്ങും. എന്തുകൊണ്ടാണ്? അവർക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കും. ഇതിനാവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. താൽക്കാലിക പ്രവർത്തന മൂലധനത്തിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമതായി, ഇറ്റ് ഈസ് വേരിയിങ് ഇൻ നേച്ചർ ഓർ ഇറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻ നേച്ചർ. മാറിക്കൊണ്ടേയിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. രണ്ടാമതായി, ഇറ്റ് ഈസ് ഫിനാൻസ്ഡ് ത്രൂ ഷോർട്ട് ടേം സോഴ്സസ്. ഹ്രസ്വകാല വായ്പകളാണ് നമ്മൾ ഫിനാൻസിനായി ഉപയോഗിക്കുന്നത്. ഹ്രസ്വകാല വായ്പകളായിട്ടുള്ള ട്രേഡ് ക്രെഡിറ്റ്, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള അഡ്വാൻസ്, കൊമേഴ്സ്യൽ ബാങ്കിൽ നിന്നുള്ള ലോണുകൾ, ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്, ഈ തുടങ്ങിയ ഷോർട്ട് ടേം സോഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമതായി, എ ലിറ്റിൽ റിട്ടേൺ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഫ്രം ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. വളരെ കുറച്ച് ഇൻകം മാത്രമേ നമുക്ക് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. കാര്യം ഈ ഓഫ് സീസണിലൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഇട്ട് അതിൽ നിന്ന് ഇൻകം കണ്ടെത്താൻ പറ്റും. സോഴ്സസ് ഓഫ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. താൽക്കാലിക പ്രവർത്തന മൂലധനത്തിന്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്ന്. സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പഠിച്ചു. സീസൺ സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ ചിലപ്പോൾ കൂടുതലായി വേണ്ടിവരും. അതുപോലെ തന്നെ പുതിയൊരു അഡ്വർടൈസ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായി വേണ്ടിവരും. ഇങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അത് ഫിനാൻസ് ചെയ്യുന്നതിന് നമ്മൾ ഷോർട്ട് ടേം സോഴ്സുകളാണ് ഉപയോഗിക്കുന്നത്. ഷോർട്ട് ടേം സോഴ്സുകളായിട്ടുള്ള ട്രേഡ് ക്രെഡിറ്റ്, അഡ്വാൻസസ് ഫ്രം കസ്റ്റമേഴ്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്, ഫാക്ടറിംഗ്, ഇൻഡിജിനസ് ബാങ്കേഴ്സ് തുടങ്ങിയവയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് ടേം സോഴ്സുകൾ. ട്രേഡ് ക്രെഡിറ്റ്, വ്യാപാരികൾ നൽകുന്ന കടം. ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയർ ഓഫ് ഗുഡ്സ്. ഒരു ബിസിനസ് സ്ഥാപനത്തിന് കടം കൊടുക്കുന്ന സപ്ലയേഴ്സ് റോ മെറ്റീരിയൽ കടം കൊടുക്കുമ്പോൾ ചിലപ്പോൾ 30-60 ദിവസത്തിനുള്ളിൽ അവരുടെ പേയ്മെന്റ് നടത്തിയാൽ മതിയായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ബിസിനസ് സ്ഥാപനം 1 ലക്ഷം രൂപയുടെ റോ മെറ്റീരിയൽ കടത്തിന് വാങ്ങുകയാണ്, അതിന്റെ പൈസ 60 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ ഒരു ചെലവുമില്ലാതെ കിട്ടുകയാണ്. അപ്പൊ 60 ദിവസത്തേക്ക് നമുക്ക് ഈ 1 ലക്ഷം രൂപ ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ഇത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു സോഴ്സ് ആണ്. രണ്ടാമതായി, അഡ്വാൻസസ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മുൻകൂട്ടി പണം സ്വീകരിക്കുക. മിക്ക ബിസിനസ് സ്ഥാപനങ്ങളും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണിത്. പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് പൈസ സ്വീകരിക്കും. അവർക്ക് അഡ്വാൻസ് മണി സ്വീകരിച്ച് അതുപയോഗിച്ച് നമ്മൾ അവർക്ക് സാധനം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു സോഴ്സ് ആണ്. അടുത്തതായി, കൊമേഴ്സ്യൽ ബാങ്ക്സ് അഥവാ വാണിജ്യ ബാങ്കുകൾ. നിങ്ങൾക്ക് എല്ലാം അറിയാം, കൊമേഴ്സ്യൽ ബാങ്ക്സ് ഷോർട്ട് ടേം ലോൺസ് ആണ് കൊടുക്കുന്നത്. പല രീതിയിലുള്ള ലോൺസുകളും കൊമേഴ്സ്യൽ ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് കൊടുക്കാറുണ്ട്. കൊമേഴ്സ്യൽ ബാങ്ക്സ് പലതരത്തിലുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കും. ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി കൊടുക്കും. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്ക്സും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു സോഴ്സ് ആണ്. ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ്, തവണ വ്യവസ്ഥയിലുള്ള വായ്പ.
നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ വീട്ടിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും നമ്മൾ ഇൻസ്റ്റാൾമെന്റിന് വാങ്ങാറുണ്ട്. മാസാമാസമായിരിക്കും അതിന്റെ പൈസ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള മെഷീനറീസ് ഇൻസ്റ്റാൾമെന്റിന് വാങ്ങാറുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഒരു ബിസിനസ്സിന് 10 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങണം എന്ന് വിചാരിക്കുക. 10 തവണ വ്യവസ്ഥകളിലായിട്ടാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഒരു 1 ലക്ഷം രൂപ കൊടുത്താൽ മതി. മെഷീനറി സ്വന്തമായി നമുക്ക് ഉപയോഗിക്കാം. വർഷാവർഷം വീണ്ടും ഓരോ ലക്ഷം കണ്ടെത്തിയാൽ മതി. അപ്പൊ ഈ മിച്ചം വരുന്ന 9 ലക്ഷം എന്ന് പറയുന്നത് ആ ബിസിനസ്സിന് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാൾമെന്റ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം സോഴ്സ് ആണ്. ഫാക്ടറി, ഒരു ബിസിനസ് സ്ഥാപനം അതിന്റെ ക്രെഡിറ്റ് സെയിലിനെ ക്യാഷാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യാഷ് ചിലപ്പോൾ 60-90 ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുന്നത്. ഉടൻ തന്നെ അതിനെ ക്യാഷാക്കി മാറ്റുന്നതിനായി ബിസിനസ് സ്ഥാപനം അതിന്റെ ബാലൻസ് ഷീറ്റിലുള്ള സൺട്രി ഡെറ്റേഴ്സും ബിൽസ് റിസീവബിളും ഒരു ഔട്ട്സൈഡ് ഏജൻസിയെ ഏൽപ്പിക്കുന്നു. ഈ ഏജൻസി ബിസിനസ് സ്ഥാപനത്തിന് ഉടൻ തന്നെ പൈസ നൽകുന്നു. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഇതും ഒരു ഷോർട്ട് ടേം സോഴ്സ് ആണ്. അടുത്തതായി ഇൻഡിജിനിയസ് ബാങ്കേഴ്സ് അഥവാ തദ്ദേശീയ ബാങ്കുകൾ. കൊമേഴ്സ്യൽ ബാങ്ക് വരുന്നതിന് മുൻപ് സാധാരണ രീതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ സ്വകാര്യ പണമിടപാടുകാരെയാണ് അവർ സമീപിക്കുന്നത്. ഇവർ ചാർജ് ചെയ്യുന്ന പലിശ നിരക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പൈസയുള്ള പലരുമായിരിക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നത്. ഈസി ടേംസ് ആൻഡ് കണ്ടീഷൻസിലായിരിക്കും ലോൺ കൊടുക്കുന്നത്. ബാങ്കുകളെ സമീപിക്കാതെ ബിസിനസ്സുകാർ ഇപ്പോഴും തദ്ദേശീയ ബാങ്കുകളിൽ നിന്ന് പൈസ കടമായി വാങ്ങാറുണ്ട്. ഇതും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ഷോർട്ട് ടേം സോഴ്സ് ആണ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്ലാസ്സിന്റെ റിവ്യൂ കാണാം. ഈ ക്ലാസ് നിങ്ങൾ കേട്ടല്ലോ. ടൈമിന്റെ ബേസിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? സമയത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായി തരംതിരിക്കാം. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. അപ്പോൾ എന്താണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ? The working capital which is permanently blocked in current asset. അതെ, ബിസിനസിന്റെ പ്രൊഡക്ഷനും സെയിലും തടസ്സമില്ലാതെ നടക്കുന്നതിനായി കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ 3ആയി തരംതിരിക്കാമല്ലോ. ഏതൊക്കെയാണത്? Initial working capital, regular or hardcore working capital, cushion or reserve working capital. എന്താണ് ഇനിഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ? ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ ടീച്ചർ? അതെ. അപ്പോൾ എന്താണ് റെഗുലർ ഓർ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാമോ? ഒരു ബിസിനസ് മിനിമം ലെവലിൽ നടത്തുന്നതിനു വേണ്ടി കറണ്ട് അസറ്റിൽ നടത്തുന്ന മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ റെഗുലർ ഓർ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കുഷ്യൻ ഓർ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ? ബിസിനസ്സിൽ എന്തെങ്കിലും കണ്ടിജൻസീസ് വന്നാൽ ഫേസ് ചെയ്യുന്നതിനായി കരുതി വെച്ചിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ കുഷ്യൻ ഓർ റിസർവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് പറയാമോ? ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് ഡെപ്പോസിറ്റ്, സെൽഫ് ഫിനാൻസിങ്. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചത്? ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ ടീച്ചർ? എന്താണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ? ബിസിനസ്സിലെ മാറുന്ന സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റം വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ 2 തരമുണ്ടല്ലോ, ഏതൊക്കെയാണത്? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് രണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? എന്താണ് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, എന്താണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ? ഒരു ബിസിനസ്സിൻ്റെ സീസണിൽ ആവശ്യമായുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സോഴ്സസ് എന്ന് പറയാമോ? ട്രേഡ് ക്രെഡിറ്റ്, അഡ്വാൻസസ് ഫ്രം കസ്റ്റമേഴ്സ്, കൊമേഴ്സ്യൽ ബാങ്ക്സ്, ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ്, ഫാക്ടറിംഗ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സുഖമായിരിക്കുക, സുരക്ഷിതരായിരിക്കുക, അതോടൊപ്പം നന്നായി പഠിക്കുക.